Dear students, welcome to Cooperative Law class. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സെക്ഷൻ 80B. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഫോം ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ബോർഡ് ഫോം ചെയ്യുന്നത്? റിട്ടേൺ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോം ചെയ്യുന്ന ബോർഡാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് റിട്ടേൺ എക്സാമിനേഷൻ നടത്തുന്നത്? ഇപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിലും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിലും പ്രൈമറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റിലും പോസ്റ്റ് ഓഫ് ജൂനിയർ ക്ലർക്കും അതിൻ്റെ മേലിലുള്ള പൊസിഷൻസിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റിലേക്കൊക്കെ എംപ്ലോയീസിനെ ഡയറക്റ്റ്ലി റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോം ചെയ്ത ബോർഡാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ ഗവൺമെൻറ്റാണ് ഫോം ചെയ്തേക്കുന്നത് റിട്ടേൺ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഈ ബോർഡിൽ മാക്സിമം 3 മെമ്പേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ്. മൂന്നിൽ കൂടാൻ പാടില്ല ഇതിൻ്റെ മെമ്പേഴ്സ്. മാക്സിമം 3 മെമ്പേഴ്സ് ആയിരിക്കണം. അതിൻ്റെ കാലയളവെന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്കാണ്. ദ ബോർഡ് കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ടേം ഈസ് 5 years എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. 5 വർഷത്തേക്കാണ് ഇവരുടെ കാലയളവ്. മാക്സിമം 3 മെമ്പേഴ്സ് ആയിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഇവർ റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നും കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ഫങ്ഷൻസും പവേഴ്സൊക്കെ എന്താണെന്ന് റൂൾ 182 182A ഓഫ് ദി ആക്റ്റിലുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്ഷൻ 80B പ്രകാരമാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നത്. കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഫോം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. എന്തിനു വേണ്ടിയിട്ട്? റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ജൂനിയർ ക്ലർക്കും അതിൻ്റെ മുകളിലേക്കുള്ള പൊസിഷൻസിലേക്കൊക്കെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോം ചെയ്തിരിക്കുന്ന ബോർഡാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പവേഴ്സും ഫങ്ഷൻസും അവരെങ്ങനെയാണ് റിട്ടേൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ റൂൾ 182 182A ഓഫ് ദി ആക്റ്റിലുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കേണ്ടത് പവേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. അതിലൊന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ The Cooperative Service Examination Board, constituted under Section 80B of the Act, shall have the following powers. അതായത് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഫോം ചെയ്തേക്കുന്ന സെക്ഷൻ 80B പ്രകാരമാണ്. ആ ബോർഡിന് ഇനി പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ അല്ലെ പവേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അതിൽ സെക്ഷൻ 80B പറഞ്ഞേക്കുന്ന വേരിയസ് കാറ്റഗറീസിലേക്ക് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ എക്സാമിനേഷൻ നടത്തുന്നത് ഇവരുടെ ഒരു പവറാണ്. ടു കണ്ടക്ട് ദി റിട്ടേൺ എക്സാമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ സെലക്ഷൻ ടു വേരിയസ് കാറ്റഗറീസ് ഓഫ് പോസ്റ്റ് ആൻഡ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 80B ഓഫ് ദി ആക്ട് as and when the requisition for such examination is received from the concerned societies. അതായത് സൊസൈറ്റീസിൻ്റെ ഒക്കെ ആവശ്യപ്രകാരം അവിടെയുള്ള പോസ്റ്റിലേക്കൊക്കെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ എക്സാമിനേഷൻ നടത്താനുള്ള പവർ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനുണ്ട്. രണ്ടാമത്തത് ടു മേക്ക് ഓൾ റിക്വയർഡ് അറേഞ്ച്മെൻറ്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സാമിനേഷൻ ഇൻക്ലൂഡിംഗ് ദി പ്രിപ്പറേഷൻ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സൂപ്പർവിഷൻ ആൻഡ് വാലുവേഷൻ എറ്റ്സെട്ര. അതായത് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തുന്നതും കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ഈ എക്സാം നടത്താൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തയ്യാറാക്കുന്നു, വാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നു, സൂപ്പർവിഷൻ നടത്തുന്നതൊക്കെ ആരാണ്? കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്. കണ്ടക്ട് എനി അതർ എക്സാമിനേഷൻ റിലേറ്റിംഗ് ടു കോഓപ്പറേറ്റീവ് സർവീസ് ആസ് എൻട്രസ്റ്റഡ് ടു ദം ബൈ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം എന്തെങ്കിലും എക്സാം അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യേണ്ടത് ആരാണ്? കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അടുത്ത പോയിന്റ് ടു കോൾ ഫോർ ആൻഡ് ഒബ്റ്റെയിൻ എനി ഡീറ്റെയിൽസ് ഫ്രം ദി സൊസൈറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സാമിനേഷൻ. എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടോ അതൊക്കെ സൊസൈറ്റീസിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള അധികാരവും ആർക്കുണ്ട്? കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ഉണ്ട്.
ഒന്നാമത്തെ പവറും അതിൽ വരുന്ന കാര്യങ്ങളും പറഞ്ഞല്ലേ. അതായത് കോർപ്പറേറ്റ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B ഓഫ് ദി ആക്ട് ഷാൾ ഹാവ് ദി ഫോളോയിങ് പവേഴ്സ് എന്ന് അതിൽ വരുന്ന പവേഴ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, the board shall be responsible for the proper conduct of examination. They shall be responsible for maintaining the secrecy in the preparation of list of candidates to be interviewed and preparation of consolidated list to be furnished finally to the societies and any other related matters. അല്ലേ, ഇവിടെ റിട്ടേൺ എക്സാമിനേഷൻ നടത്താൻ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് റെസ്പോൺസിബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയൊക്കെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ വാലുവേഷൻ കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യണം. ഏതൊക്കെ കാൻഡിഡേറ്റിനെയാണോ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. പിന്നെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കൺസേൺഡ് സൊസൈറ്റീസിന് സബ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, ദ ബോർഡ് ഷാൾ കണ്ടക്ട് ദി റിട്ടൺ എക്സാമിനേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി ലിസ്റ്റ് ഫർണിഷ്ഡ് ബൈ ദി സൊസൈറ്റീസ്. അതായത് സൊസൈറ്റി ഫർണിഷ് ചെയ്ത ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന് ബോർഡ് എന്ത് കണ്ടക്ട് ചെയ്യുന്നു? റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പവർ, fourth one, board shall collect the expenses, fees and other charges for the conduct of examination from the concerned societies at the rates ഫിക്സഡ് ബൈ ദം വിത്ത് ദി അപ്രൂവൽ ഓഫ് ഗവൺമെൻറ്. അതായത് എക്സാമിനേഷൻ നടത്താൻ ആവശ്യമായ ഫീസും ബാക്കിയുള്ള ചാർജസും എല്ലാം ബോർഡ് കൺസേൺഡ് സൊസൈറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയാണ് അതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ്, ദ ബോർഡ് മേ ഇഷ്യൂ നെസസറി ഡയറക്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് നെസസറി ഫോർ ദി കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ ടു ദി സൊസൈറ്റീസ്. അതായത് സൊസൈറ്റീസിന് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം ബോർഡ് കൊടുക്കുന്നു. ഓക്കെ, ബോർഡാണ് സൊസൈറ്റിക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് എന്തൊക്കെ ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, ദ ബോർഡ് ഷാൾ ഫ്രെയിം നെസസറി റെഗുലേഷൻസ്, rules of procedure for the proper conduct of examination and get it approved by the government before its publication. അതായത് എക്സാമിനേഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ബോർഡാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് ബോർഡ് ഫ്രെയിം ചെയ്തതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. ഇതാണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഓക്കെ, ഒന്നാമത്തെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 80B പറയുന്നത് പ്രകാരമുള്ള എല്ലാ സൊസൈറ്റീസിലും റിട്ടൺ എക്സാമിനേഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പറഞ്ഞേക്കുന്ന പോസ്റ്റ് ജൂനിയർ ക്ലർക്കും അതിൻ്റെ എബോയിലുള്ള പോസ്റ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന് എന്ത് കണ്ടക്ട് ചെയ്യുന്നു? എക്സാമിനേഷൻ നടത്താനുള്ള അധികാരം കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷനൊക്കെ കറക്റ്റായിട്ട് നടത്താൻ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഓക്കെ, എക്സാമിനേഷന് ഫുൾ റെസ്പോൺസിബിലിറ്റി ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനാണ്. ഓക്കെ, അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ പ്രോപ്പറായിട്ട് വാലുവേഷൻ നടത്തുന്നതും എല്ലാം ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം? ഈ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം. അതുകൂടാണ്ട് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ്, ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ആരാണ്? കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ആ കൺസോളിഡേറ്റഡ് ലിസ്റ്റ് ഫൈനലി അവരെന്ത് ചെയ്യുന്നു? സൊസൈറ്റിക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഈ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് റെക്കോർഡ്സ് ഉണ്ടോ അതെല്ലാം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതും കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. ഓക്കെ, അടുത്ത പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സൊസൈറ്റി ഫർണിഷ് ചെയ്ത ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന് ബോർഡ് റിട്ടൺ എക്സാമിനേഷൻ നടത്തുന്നു. പിന്നെ പറഞ്ഞത് എക്സാമിനേഷൻ നടത്താൻ ആവശ്യമായ ഫീസും ബാക്കിയുള്ള എക്സ്പെൻസും എല്ലാം ബോർഡ് കൺസേൺഡ് സൊസൈറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അല്ലേ, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി മാത്രമേ ഇതിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞ സൊസൈറ്റീസിന് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും എല്ലാം ഈ ബോർഡാണ് കൊടുക്കുന്നത്. എക്സാമിനേഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ബോർഡ് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ പവേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്.